കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമ്മളേവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ സാരഥി, മതേതര ഭാരതത്തിന്റെ പ്രതീക്ഷയായി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തികളെ ഒരുമിച്ച് നിർത്തി വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അജയ്യനായ സാരഥി ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശവ്യാപകമായി വർഗീയ ഫാസിസത്തിനെതിരായുള്ള ശക്തമായ പോരാട്ടത്തിനാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആരാധ്യനും പ്രിയങ്കരനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിൽ സമാപിക്കുകയുണ്ടായി. 4500 കിലോമീറ്റർ ദൂരം നടന്ന് 48 ദിവസക്കാലം കൊണ്ട് കാശ്മീരിലെത്തിയ ഭാരത് ജോഡോ യാത്ര അതുണ്ടാക്കിയ ചലനങ്ങൾ നമ്മളാരും മറന്നിട്ടില്ല. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുവാൻ വേണ്ടി രാഹുൽജി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽജിയുടെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ നിന്ന് ബോംബെയിലേക്കുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കുള്ള രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ യാത്ര അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ജാർഖണ്ഡ് ഉൾപ്പെടെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാഹുൽജി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നു ചെന്നപ്പോൾ ആ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ജനക്കൂട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നിട്ടില്ല, അതിശക്തമായി തിരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രണ്ടാം ഭാരത് ജോഡോ ന്യായ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ സഖ്യം തകർന്നു, ഇന്ത്യ സഖ്യം വഴിപിരിഞ്ഞു എന്നൊക്കെ BJP-യെയും നരേന്ദ്രമോദിയെയും അനുകൂലിക്കുന്നവർക്ക് വേണ്ടി സ്തുതി പാടുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില കേന്ദ്രങ്ങളും പ്രചരിപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് 2024 ഏപ്രിൽ മെയിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ തേക്കിൻകാട് മൈതാനിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെയുള്ള നേതാക്കന്മാർ സമ്മേളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. തേക്കിൻകാട് മൈതാനത്തിൽ വന്ന് കൂടിയിരിക്കുന്ന ഈ ജനലക്ഷങ്ങൾ അദാനിയുടെ പണം കൊണ്ട് വന്നവരല്ല. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിൽ വന്ന കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി നവകേരള സദസ്സിൽ ആളുകൂട്ടിയെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ മോദി വന്നപ്പോൾ മോദിക്ക് സ്തുതി പാടാൻ വേണ്ടി മോദിയെ പിന്തുണയ്ക്ക് കൈയടിക്കാൻ വേണ്ടി അവർ വന്നവരെല്ലാം അദാനിയുടെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ അദാനിയുടെ പണത്തിന്റെ ബലത്തിൽ വന്നവരാണ്. എന്നാൽ ഇവിടെ തെക്കിൻകാട് മൈതാനത്ത് വന്ന് എത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ ആരുടെയും ഔദാര്യത്ത് വന്നതല്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം നിലനിൽക്കണം. 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ പരാജയപ്പെടുത്തണം, സംഘപരിവാറിനെ തറപറ്റിക്കണം, നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ബഹുമാനായ തൃശ്ശൂരിന്റെ MP CTN പ്രതാപൻ ഇവിടെ സംസാരിച്ചു. തൃശ്ശൂരിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു.
തൃശൂർ എടുക്കാൻ വേണ്ടി കുറച്ച് നാളുകളായി RSSും സംഘപരിവാറും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ തൃശൂരിനെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ചരിത്രമറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ ജയിക്കാൻ പോകുന്നത്, തൃശൂരിൽ വിജയിക്കാൻ പോകുന്നത്, തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകാൻ പോകുന്നത് കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 19 സീറ്റ് വിജയിച്ചവരാണ് നമ്മൾ. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ അതേ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 19 ആണെങ്കിൽ ഇത്തവണ 20 നമ്മൾ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിന്റെ പ്രിയങ്കരനായ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെയും KPC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസ് പ്രസിഡന്റ് എത്തിക്കഴിഞ്ഞു. പ്രിയങ്കരനായ പെരുവനം കുട്ടന്മാരാരുടെ ഇലഞ്ഞിത്തറ മേളം, പാണ്ടിമേളം വീണ്ടും ആരംഭിക്കുകയാണ്.